എന്നിട്ട് ഞാൻ അവൾക്ക് സ്ഥലം അയച്ചിട്ട് ഞാൻ പറഞ്ഞു ചാർബോളിന് അയച്ചു കൊടുക്കാൻ എന്റെ കൈയൊക്കെ വിറയ്ക്കുവാ. പിന്നെ ഞങ്ങൾ എനിക്കവിടെ റിലേഷൻഷിപ്പിലായിട്ട് ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നതും 1 മണിക്കൂർ ഒരു പ്രാവശ്യം അങ്ങനെയാണ്. എന്നിട്ട് ജിഷാൻ ഇറങ്ങിയോണ്ട് ചോദിച്ചു ലാലേട്ടൻ നിനക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തോ, അത് കണ്ടോ? അതൊന്നും കണ്ടില്ല, അതൊന്നും കിട്ടിയില്ല. ഇല്ല. ഹലോ ഇറങ്ങിയോ? പിന്നെ ഔട്ടായൊരു വിഷമമുണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോ ഹാപ്പി ആയില്ലേ? അങ്ങനെ വിഷമമില്ല. കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോ ഇപ്പൊ ചേട്ടൻ ഇറങ്ങിയത് എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. കാരണം നിന്ന് അത്രയും ദിവസം ഫെയറായിട്ടല്ലേ, ആരുടെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു പ്രശ്നം. ഭയങ്കരമായിട്ട് മിസ് ചെയ്തോ? പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം സംസാരിക്കാതെ മിണ്ടാതെ ഇരിക്കുന്നത്. എല്ലാ ദിവസവും 24/7 ഫോണിൽ സംസാരിക്കുന്നവരാണ്. അപ്പൊ അതൊരു ഭയങ്കര മിസ്സിങ് തന്നെയാണ്. ജിഷാൻ ഇറങ്ങിയത്, ജിഷാനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജൊക്കെ കുറെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. 1 മാസം കറക്റ്റ് 30 ദിവസം അവിടെ നിന്നു. ആ 30 ദിവസം കൊണ്ട് നല്ല പേരോട് കൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ, സന്തോഷം. ഇതിന്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്, അതിനെ കുറിച്ചെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവ് കൊടുക്കുന്നതായിരുന്നു. അൺഫെയർ ആണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. ആരും ജിഷാനും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല, എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല. ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു. PRTMസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്, എക്സ്ക്ലൂസീവില് സംസാരിക്കുന്നത്. ഇത് ലാലേട്ടൻ തന്നത് മോഹൻലാൽ എനിക്ക് കിട്ടിയ പ്രീഷ്യസ് ഗിഫ്റ്റ്. എനിക്ക് ലാലേട്ടൻ തന്ന പ്രീഷ്യസ് ഗിഫ്റ്റ്. അത്രയും സന്തോഷത്തോടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഉണ്ടായിരുന്നു. ഹാപ്പിയാണ്, തീർച്ചയായും ഹാപ്പി പറഞ്ഞാലും പുറത്തിറങ്ങിയതിന്റെ വിഷമമുണ്ട്. അത് തീർച്ചയായും ഉണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ, എനിക്ക് തീർച്ചയായും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. പിന്നെ അത്രയും എന്താ പറയാ, അത്രയും ദിവസം നിന്നത് തന്നെയെന്നല്ല, ഇത് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ എന്താ പറയാ, ഇതിൽ കുറെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഷാനവാസ് എന്റെ ഫ്രണ്ട് തന്നെയാണ്, ഇവിടുന്ന് കയറുന്ന മുമ്പ് ഉള്ള ഫ്രണ്ട് തന്നെയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും. ഷാനവാസ് അതെ, അനുമോൾ അതെ, എല്ലാവരും നമ്മളുള്ള ഫ്രണ്ട്സ്, അവിടെ എത്തിയിട്ടുണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ആരെയും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണ് നിറഞ്ഞത് എന്ന് ഞാൻ തീർച്ചയായും. ഇത് തന്നെ വലിയൊരു മാറ്റമല്ലേ? എന്റെ ചുറ്റും നിങ്ങൾ നിൽക്കുന്ന തന്നെ എന്റെ ഒരു ഡ്രീം അല്ലേ, എന്റെ ഒരു മാറ്റമല്ലേ? തീർച്ചയായും അതെ. താങ്ക് യു. എല്ലാം ഞാൻ പറയാം. എന്റെ മൈൻഡിലുണ്ട്, ഞാനത് പറയാം, വഴിയെ ഞാൻ പറയാം. ഓക്കെ, അത് ഞാൻ അവരുടെ അനീഷിന്റെ അമ്മയും ബ്രദറിനെയൊക്കെ ഞാൻ ഇപ്പം എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ ആ ഒരു ഫീൽ, നമ്മൾ അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ്. അതിന് പുറത്ത് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരാളെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. പുറത്തിറങ്ങിയാലും അവരുടെ സൗഹൃദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരെയും വേദനിപ്പിച്ചിട്ടോ അവരെ മനസ്സ് മുറിവേൽപ്പിച്ചിട്ടോ അതെനിക്ക് വിശ്വാസമാണ്. ഞാൻ പറയാം. പിന്നെ എന്താ പറയാ, ചോദിക്കാണ്ട് ചോദിക്കൂ. എനിക്ക്
പുറമെ PR വർക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മള് പിന്നെ അത് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ഞാൻ വന്നിറങ്ങിയല്ലോ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ പ്രതികരണം ഞാൻ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും. എനിക്ക് കുറെ കാര്യങ്ങൾ എന്റെ മൈൻഡിലുണ്ട്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയമല്ല. വന്നിറങ്ങിയേ ഉള്ളൂ. വീണ്ടും നാട് കാണാൻ വേണ്ടി പറ്റി എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു. ഇപ്പോ പോകുമ്പോ എനിക്ക് കുറെ നെഗറ്റിവിറ്റി കുറച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ വരുമ്പോ എനിക്ക് കുറെ പോസിറ്റിവിറ്റി കിട്ടി എന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയത് എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ബാക്കി എനിക്ക് കമന്റ്സൊക്കെ വായിക്കുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവർ ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇതാ നമ്മുടെ ഇവർ തന്നെയാണ്, ക്യാബിൻ ക്രൂ തന്നെയാണ്. ജിഷൻ, യു പ്ലേഡ് വെൽ. എനിക്ക് കിട്ടിയ ഫസ്റ്റ് അംഗീകാരം ഇൻഡിഗോ എനിക്ക് തന്ന ഒരു സ്നേഹാദരമായിട്ട് ഞാൻ ഇത് കാണുന്നു. അവരത് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ്. എനിക്ക് ഭയങ്കര തോന്നുന്നു. എല്ലാ കാലത്തെ എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പോൾ ലാലാട്ട സ്നേഹത്തോടു കൂടി എനിക്ക് തന്നെ ഈ ഒരു ബനിയൻ ഇത് ഞാൻ ഒരിക്കലും മറക്കാം. ഇത് ഞാൻ ആ ചില്ലുകൂട്ടിൽ ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും. എന്റെ ജീവിതം എന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും പുറത്തു പോകേണ്ട ആൾക്കാർ അത് ഞാൻ പറയാം, ഒരു വഴിയെ ഞാൻ പറയാം. താങ്ക് യു ഓൾ. നിങ്ങൾ വന്നതിലും എന്താ പറയാ, അയ്യോ ഞാൻ ഇത്രയും ക്യാമറ എന്റെ മുമ്പിലേക്ക് ഞാൻ ഇത്രയും കാണുന്നത് ആദ്യമായിട്ട്. സാധാരണ പോകുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കാനൊക്കെ വരാറുണ്ട്. ഇത്രയും കാണുന്നത് എനിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. ഹാപ്പി. താങ്ക് യു ഓൾ. താങ്ക് യു. ഇതാരുടെയാണ്? യെസ്, താങ്ക് യു ഓൾ. ഞാൻ പോട്ടെ. നീ അറിഞ്ഞായിരുന്നല്ല പറഞ്ഞത്. പ്രേക്ഷകരോട് എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട്. പ്രേക്ഷകർ കൂടെ ഉണ്ടാവണം.